ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം എനിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കുക്കറാണ് ഇവിടെ വില്ലനായിട്ടുള്ളത്. പ്രഷർ കുക്കർ എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ ഞാൻ ഏകദേശം ഒരു 12 വർഷത്തോളമായിട്ട് പ്രഷർ കുക്കർ തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന മീൻസ് വീട്ടിൽ മറ്റാരും ഇല്ല, മറ്റേത് അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ തന്നെത്താനെയാണ് യൂസ് ചെയ്യുന്നത് പ്രഷർ കുക്കർ. അപ്പോൾ എന്നെപ്പോലെ യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ചെറിയ അശ്രദ്ധ, പക്ഷേ എനിക്ക് ആ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധയാണെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറ്. ഈ പറഞ്ഞ പോലെ അങ്ങനെ പൊള്ളലുകളും ഒന്നും അധികം ഏൽക്കാറില്ല എനിക്ക്. കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് മുറിവ്, പൊള്ളൽ അങ്ങനെ അധികം ഒന്നും എനിക്ക് ഏൽക്കാറില്ലാത്ത ഒരു ഇതാണ്. കാരണം അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറ്. ധൃതിക്ക് ഓരോ ചില സമയങ്ങളിൽ ചെയ്യേണ്ടി വന്നാലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് അങ്ങനെയൊന്നും പറ്റാതെ നോക്കുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ കാണാനിടയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചു, ഗ്യാസിൽ വെച്ചു. കറി എന്തോ ആയിരുന്നു. അതിന് ശേഷം വിസിലൊക്കെ വന്നതിന് ശേഷം, വിസിൽ പോയതിന് ശേഷം വെയിറ്റ് എടുത്ത് മാറ്റുകയും ചെയ്തു എന്ന് ഒരു സഹോദരി പറയുന്നുണ്ട്. പക്ഷേ പ്രഷർ പോയി എന്ന് ഏകദേശം പുള്ളിക്കാരത്തിക്ക് തോന്നിയ സമയത്താണ് പുള്ളിക്കാരത്തി അതിൻ്റെ ലിഡ് തുറക്കാൻ ശ്രമിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനും ചില സമയത്ത് ഇതുപോലെ ടൈറ്റ് ആ ഒരു പിടുത്തം വരുമ്പോൾ ഇങ്ങനെ വീണ്ടും പൊക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ലിഡ് പൊക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ബലം പിടിച്ചങ്ങ് ലിഡ് പൊക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കറിയെല്ലാം കൂടെ മുഖത്തേക്ക് അടിച്ച് കയറി എന്നതാണ് ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടത് കേട്ടോ. ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ സാമ്പാർ അടുപ്പത്ത് വെക്കാനായിട്ട് പരിപ്പ് ആദ്യം കുക്കറിൽ വേവിക്കുകയാണ് ചെയ്തത്. കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടതേ ഉള്ളൂ, വിസിലൊന്നും വന്നിട്ടില്ല. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലായിരുന്നു പ്രഷർ കുക്കർ വെച്ചിരുന്നത്. അത് ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുട്ടികളൊന്നും അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല, രണ്ടാളും പുറത്തായിരുന്നു. പരിപ്പ് എന്തോ വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു സൈഡ്, നമ്മുടെ വാഷർ ഉണ്ടല്ലോ, കുക്കറിൻ്റെ ലിഡിൻ്റെ അകത്തുള്ള വാഷർ ഒരു സൈഡ് പുറത്തേക്ക് ചാടി വന്നു. പരിപ്പ് മൊത്തം തെറിച്ചു. ഫുള്ള് കിച്ചൺ കംപ്ലീറ്റ് ആ ഒരു സൈഡ് ഫുള്ള് തെറിച്ച് ആ ഒരു ഏരിയ മുഴുവൻ ഈ പരിപ്പ് അങ്ങ് ആയി. പരിപ്പ് മുഴുവൻ പുറത്തേക്ക് ചാടി പോന്നു. വെള്ളം ഉൾപ്പെടെ, കുക്കറിൽ ഒട്ടും വെള്ളമില്ല, വെള്ളം ഫുള്ള് ചാടി പുറത്തോട്ട് പോന്നു. എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്കത് മനസ്സിലാവുന്നില്ല. ഒത്തിരി നാളുകളായിട്ട് ഞാൻ കുക്കർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെപ്പോലെ യൂസ് ചെയ്യുന്ന പലരും ഉണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ അനുഭവങ്ങളും ഉണ്ടായി കാണും. നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാനും ഇത് അന്നത്തെ കൊണ്ട് തന്നെ സത്യത്തിൽ എനിക്കൊന്നും പറയാനോ ഒന്നും ചെയ്യാനും പറ്റാത്ത കുട്ടികൾ വേഗം ഓടി അടുക്കളയിലേക്ക് വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ വന്നപ്പോഴത്തേക്കും കാണുന്നത് അടുക്കള മുഴുവൻ പരിപ്പും വെള്ളവും മാത്രമാണ് കാണുന്നത്. പ്രഷർ തിങ്ങിയിട്ട് പൊട്ടിത്തെറിക്കാവുന്ന സിറ്റുവേഷൻ എന്തോ ഭാഗ്യത്തിന് ഉണ്ടായില്ല. ആ ഒരു സൈഡിൽ കൂടെ ചീറ്റുകയാണ് ചെയ്തത്. വാഷർ പുറത്തോട്ട് തള്ളിയിട്ട് പരിപ്പ് ചീറ്റി വരുവാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ മനസ്സിൽ വന്നത്. എന്തോ ദൈവാധീനം കൊണ്ട് അത് ഒഴിഞ്ഞു പോയി എന്ന് മാത്രമാണ് ഞാൻ അന്നേരം കരുതിയത്. ഇതിപ്പോൾ നമ്മൾ ഒരു സഹതാപം അല്ല തോന്നുന്നത്, പക്ഷേ എത്രയും പെട്ടെന്ന് ആ ഒരു വേദന സഹിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ഫുള്ള് ഫേസ് ഫുള്ള് അതിൻ്റെ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേദന സഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനും എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവുമെന്ന് ഒട്ടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല, ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ദൈവമേ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു
അവസ്ഥ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് മാറി കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഇടാത്തതാണ്, പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവം കിട്ടിയ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ കുക്കർ ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, സെയിം സാമ്പാർ വെക്കാൻ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. ഞാൻ പരിപ്പിട്ടു, കിച്ചണിൽ നിന്നില്ല, ഇത് നമ്മുടെ ഫയർ സിമ്മിലിട്ടിട്ട് ഞാനിവിടെ മാറിയിരിക്കുകയാണ് ചെയ്തത്, ഹാളിൽ വന്നിരിക്കുകയാണ് ചെയ്തത്. അതും വിസിൽ വരുന്നേക്ക് മുന്നേ തന്നെ ഞാൻ പോയി ഓഫ് ചെയ്തു. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ എനിക്ക് കൈയും കാലും വിറച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കുറേ നേരത്തേക്ക് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പുറത്തേക്ക് ചീറ്റുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ സൈഡിലായതുകൊണ്ടായിരിക്കണം ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടിട്ടാണ് ഞാനിത് നമ്മുടെ കൂട്ടുകാരോടായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു 2-3 പേർക്ക് ഷെയർ ചെയ്തു. എന്നാലും ഒത്തിരി പേരത് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതിയല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ സംഭവിക്കാനായിട്ട്. ഇതിനു മുന്നേയും എനിക്കൊരു അറിയാവുന്ന ഒരു കേസുണ്ട്. കുക്കർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല. അടുക്കള ഫുള്ള് നമ്മുടെ മുകളിലത്തെ ആ ഒരു ഇതുവരെയും തെറിച്ചിട്ടുണ്ടായിരുന്നു. കറികളും സംഭവങ്ങളൊക്കെ കൂടി തെറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഒരു നൈബറിൻ്റെ വീട്ടിൽ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് എനിക്ക് പോയത് ആ ഒരു സംഭവമാണ്. അത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് മരിക്കുന്നതിൽ പേടി ഉണ്ടായിട്ടല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള ഒരു ഒട്ടും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കിച്ചണിൽ നമ്മൾ പെരുമാറുന്ന എല്ലാവരും, നമ്മുടെ സഹോദരി ആവട്ടെ, ആരാവട്ടെ, സഹോദരന്മാരാവട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് ആ സഹോദരിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് സർവൈവ് ചെയ്ത് പോരാനായിട്ട് സാധിക്കട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഇപ്പം. അപ്പോൾ ഓക്കെ, താങ്ക് യു.